ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാർ പയറ്റാറുണ്ട്. എന്നാൽ BJPയുടെ തന്ത്രം എന്ന് പറയുന്നത് വർഗീയം തന്നെയാണ്. അത് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ചിലപ്പോൾ രാമക്ഷേത്രം മുന്നോട്ട് വരാം, തീവ്രവാദം ഭീകരവാദവുമായി മുന്നോട്ട് വരാം. ഇതിന് നേർ സാക്ഷ്യങ്ങളാണ് അസമിലെ ഗുവാഹത്തിയിലെ സംഭവം വിളിച്ചോതുന്നത്. അസമിലെ ഗുവാഹത്തിയിലെ നൽബാരി മേഖലയിൽ ഒരു സംഭവം ഉണ്ടായി. നൽബാരി മേഖലയിലെ മരങ്ങളിൽ ISISലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററുകൾ എല്ലാ മരങ്ങളിലും പതിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. പലയിടങ്ങളിലും ISISന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, മരത്തിലേക്ക് പോസ്റ്ററായി കടന്നു വന്നിട്ടുണ്ട്. പുലർച്ചെ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ, ഈ മുദ്രാവാക്യങ്ങളും പോസ്റ്ററുകളും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടുകാരൊന്ന് ഭയന്നുപോയി. ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തി. BJPയുടെ പ്രതിഷേധങ്ങൾ കടന്നു വന്നു. അസമിൽ ISISന്റെ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. ISIS ശക്തമായിട്ടുള്ള വേരോട്ടം ഇന്ത്യയിൽ നടത്താനുള്ള ആസൂത്രിത നീക്കമാണ് അസമിൽ ഉണ്ടായിരുന്നത് എന്നതുപോലും വിലയിരുത്തപ്പെട്ടു. വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നു. ഒടുവിൽ ആ അന്വേഷണത്തിൽ 6 പേരെ പോലീസ് പിടികൂടി. ഈ 6 പേരിൽ ഒരാൾ, അതായത് 6 പേരും BJP പ്രവർത്തകരാണ്, സംഘപരിവാരകാരാണ്. ആ 6 പേരിൽ ഒരാള് BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അയാളുടെ പേര് തപാൻ ബർമൻ എന്നാണ്. തപാൻ ബർമൻ എന്നാണ് അയാളുടെ പേര്. അയാൾ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇതേ ആസാമിലാണ് ഇറച്ചി വിറ്റു എന്നതിൻ്റെ പേരിൽ ഷൗക്കത്ത് അലിയെ ക്രൂരമായി മർദ്ദിച്ചത്. നമ്മൾ ഈ 2 സംഭവങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തുന്ന നാടകങ്ങൾ, ആ നാടകങ്ങളിൽ പലരും അറിയാതെ വീണു പോകുന്നു. അതായത് ഈ ISISന്റെ പോസ്റ്ററുകൾ മൊത്തം ആ മേഖലയിൽ, നൽബാരി മേഖലയിൽ മൊത്തം മരത്തിൽ പതിച്ചത് BJPയുടെ പ്രവർത്തകരാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ISIS നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വന്നു, അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ഏക ആശ്രയം എന്ന രീതിയിൽ ഒരു പ്രചരണം അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്റെ പേരിലാണ് ഈ നീക്കങ്ങൾ നടക്കുന്നുള്ളത്. ഈ നീക്കങ്ങൾ ഈ അസമിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. ISISനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ISIS അപകടമാണ്. ISISന്റെ അപകടങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചെറുത്തു തോൽപ്പിക്കണം. എന്നാൽ അത് വളരേണ്ടത്, അതിനെ വളർത്തേണ്ടത് ചില ആളുകളുടെ ആവശ്യം എന്നുള്ളതാണ് അസമിലെ ഈ സംഭവങ്ങളൊക്കെ നമ്മളോട് വിളിച്ചോതുന്നുള്ളത്. അപ്പോൾ ഷൗക്കത്ത് അലി ആക്രമിച്ചതും ഇതിന്റെ പേരിൽ തന്നെയാണ്. അതായത് നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന പശുവിനെ, ആ പശുവിനെ മുറിച്ച് വിൽക്കുന്ന ഒരാൾ, ആ ആൾ മുസ്ലിമാണെന്ന് തെളിയിച്ചു കൊടുക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രക്ഷോഭം അവിടെ സംഘടിപ്പിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വ്യക്തമാണ് ISIS ഈ ലോകത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. അതായത് രാജ്യസ്നേഹം പറഞ്ഞു നടക്കുന്ന ചില പശുപ്രേമികളുടെ യഥാർത്ഥ സ്വഭാവമാണ് അസമിലെ ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.